നമസ്കാരം. തിരുവനന്തപുരം കൈവിട്ടത് വെറുമൊരു തിരഞ്ഞെടുപ്പ് തോൽവിയല്ല, പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെന്ന് മുന്നറിയിപ്പാണ്. മന്ത്രി വി ശിവൻകുട്ടിയുടെ പരാമർശം ഇപ്പോൾ CPM-നുള്ളിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പാർട്ടിക്ക് നേരിട്ട തിരിച്ചടിക്ക് പിന്നാലെ മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരായ വിമർശനങ്ങൾ വീണ്ടും ശക്തമാകുന്നു. ഒരു കാലത്ത് യുവത്വത്തിന്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർത്തിക്കാട്ടിയ ആര്യ രാജേന്ദ്രൻ പിന്നീട് വിവാദങ്ങളുടെയും ആരോപണങ്ങളുടെയും കേന്ദ്ര ബിന്ദുവായി മാറിയതാണോ CPM-ന്റെ വോട്ടിടിവിന് കാരണമായതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായാണ് മുൻ മന്ത്രി വി ശിവൻകുട്ടി തുറന്നടിച്ചത്. 1000-ലധികം വോട്ട് പ്രതീക്ഷിച്ച ആര്യയുടെ സ്വന്തം സ്ഥലമായ മുടവൻമുകൾ വാർഡിൽ കിട്ടിയത് വെറും 5 വോട്ടിന്റെ ലീഡാണെന്ന് ശിവൻകുട്ടി പറഞ്ഞു. ആര്യയുടെ പ്രവർത്തികൾ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചുവെന്നും പ്രചരണത്തിനിടെ ആര്യയെ വാഹനത്തിൽ കയറ്റിയപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. മേയർ എന്ന നിലയിൽ ആര്യയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്നും ശിവൻകുട്ടി പറഞ്ഞു വെച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയമുണ്ടായപ്പോൾ ആര്യയെ പിന്തുണച്ച് ശിവൻകുട്ടി രംഗത്തെത്തിയിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിരുന്ന കാലത്ത് ആര്യ രാജേന്ദ്രനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നത്. നിയമന വിവാദം അതിൽ ഏറ്റവും വലിയ ആഘാതം സൃഷ്ടിച്ചു. പാർട്ടി പ്രവർത്തകരുടെ പട്ടിക കോർപ്പറേഷനിൽ നിയമനത്തിനായി ശുപാർശ ചെയ്തു എന്ന തരത്തിലുള്ള കത്ത് പുറത്തു വന്നപ്പോൾ അത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി. പ്രതിപക്ഷം അതിനെ ബന്ധു നിയമനവും പാർട്ടി നിയമനവും എന്ന് ആക്രമിച്ചു. CPM നിഷേധിച്ചുവെങ്കിലും ജനങ്ങളിൽ ഒരു സംശയം ഉറച്ചു. അധികാരം ഉപയോഗിക്കുന്നത് ജനങ്ങൾക്കായോ പാർട്ടിക്കായോ എന്ന ചോദ്യം. അതോടൊപ്പം നഗരസഭയിലെ മാലിന്യ പ്രശ്നം, റോഡുകളുടെ അവസ്ഥ, അടിസ്ഥാന വികസന കാര്യങ്ങളിലെ മന്ദഗതി എന്നിവയും ഭരണത്തിനെതിരെ ജനവികാരം കൂട്ടി. തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന വിഷയങ്ങൾ ശുചിത്വവും ഗതാഗതവുമാണ്. എന്നാൽ ഈ മേഖലകളിൽ ശക്തമായ മാറ്റം കാണാനായില്ല എന്ന വിമർശനം ശക്തമായി. അതിനിടയിൽ മേയറുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ വിവാദങ്ങളും അതിന് മേയറെടുത്ത നിലപാടുകളും വാക്കുകളും സോഷ്യൽ മീഡിയ ആക്രമണങ്ങളും നിരന്തരം വാർത്തയായി. ഇതോടെ ഭരണ നേട്ടങ്ങളെക്കാൾ വിവാദങ്ങളാണ് ജനമനസ്സിൽ കൂടുതൽ ആഴത്തിൽ പതിഞ്ഞത്. CPM-ന്റെ പരമ്പരാഗത വോട്ടർമാരിൽ പോലും ഇതൊരു അസ്വസ്ഥത സൃഷ്ടിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. യുവമുഖത്തെ മുൻനിർത്തി പാർട്ടി നടത്തിയ പരീക്ഷണം ജനങ്ങളിൽ ആദ്യഘട്ടത്തിൽ വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അതേ പ്രതീക്ഷ നിരാശയായി മാറിയെന്നാണ് വിമർശകർ പറയുന്നത്. പ്രത്യേകിച്ച് നഗരമേഖലകളിലെ വിദ്യാഭ്യാസമുള്ള യുവജനങ്ങൾക്കും മധ്യവർഗത്തിനുമിടയിൽ അഹങ്കാരപരമായ രാഷ്ട്രീയം എന്ന ഇമേജ് പാർട്ടിക്ക് തിരിച്ചടിയായെന്ന വിലയിരുത്തലും ശക്തമാവുകയാണ്. എന്നാൽ ഇതെല്ലാം ആര്യ രാജേന്ദ്രൻ എന്ന ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രശ്നങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുന്നവയാണ്. ഭരണപരമായ പരാജയങ്ങൾ കൂട്ടായ ഉത്തരവാദിത്വമാണെന്നും ചില CPM നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു യുവ നേതാവിനെ മാത്രം കുറ്റപ്പെടുത്തി പാർട്ടി വലിയ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണോ എന്നും ചോദ്യമുയരുന്നു. അതേസമയം മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനം സാധാരണ പരാമർശമായി കാണാൻ കഴിയുകയുമില്ല. തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് ശേഷം പാർട്ടിക്കുള്ളിൽ ആത്മപരിശോധന ആരംഭിച്ചുവെന്ന സൂചന കൂടിയാണിത്. ജനങ്ങൾക്കിടയിലെ അസന്തോഷം നേരത്തെ തിരിച്ചറിയാൻ CPM-ന് കഴിഞ്ഞില്ല എന്ന വിലയിരുത്തലും ഇതിനൊപ്പം ഉയരുന്നുണ്ട്. തിരുവനന്തപുരം പോലൊരു രാഷ്ട്രീയമായി അതീവ പ്രാധാന്യമുള്ള നഗരത്തിൽ സംഭവിച്ച ഈ തിരിച്ചടി ഇനി CPM-ന്റെ ഭാവി രാഷ്ട്രീയത്തെയും ബാധിക്കാനിടയുണ്ട്. കാരണം ഇന്നത്തെ വോട്ടർ വെറും ഒരു പാർട്ടി വിശ്വാസം നോക്കി വോട്ട് ചെയ്യുന്നവരല്ല. ഭരണത്തിന്റെ ഗുണമേന്മയും നേതാക്കളുടെ പൊതുചിത്രവും അവർ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യ രാജേന്ദ്രനെ ചുറ്റിപ്പറ്റിയ വിവാദങ്ങൾ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയെ മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിൽ CPM-ന്റെ വിശ്വാസ്യതയും ബാധിച്ചുവെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ കൂടുതൽ ശക്തമാവുന്നത്.